OnePlus Nord 2 പൊട്ടിത്തെറിച്ച് ഇപ്പോൾ സ്പ്രെഡായി നിൽക്കുന്ന ഒരു ന്യൂസാണ് OnePlus Nord 2 ഒരു എക്സ്പ്ലോഷന്. ഫോൺ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു മാസം ആവുന്നില്ല. കഴിഞ്ഞ മാസമാണ് നമ്മുടെ OnePlus Nord 2 ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. വാങ്ങി 5 ദിവസത്തിനുള്ളിൽ തന്നെ OnePlus Nord 2 പറഞ്ഞ ഫോണ് പൊട്ടിത്തെറിച്ച് ബാംഗ്ലൂരിലാണ് ഈ സംഭവം നടന്നത്. ന്യൂസ് മൊത്തം സ്പ്രെഡായിട്ടുണ്ട്. ഇതിനു മുമ്പും പല സ്മാർട്ട് ഫോണുകളും പല രീതിയിൽ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് വാർത്തകളും കാര്യങ്ങളും കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ സ്മാർട്ട് ഫോൺസ് പൊട്ടിത്തെറിക്കുന്ന ഒരു സംഭവം അതൊരു എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. നമ്മുടെ അശ്രദ്ധ കൊണ്ട് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു ചെറിയ കാര്യമാണ്. സോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഈ 7 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ ഫോൺ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ടെന്നല്ല, പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 7 കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കാര്യമാണ്. സോ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ഇത് അവോയ്ഡ് ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യും വേണം കേട്ടോ. വീഡിയോ അവസാനം വരെയായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിട്ട് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഈ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യട്ടോ. നേരെ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ കാണാം. അപ്പോൾ കേസ് നമ്മളെല്ലാവരും നമ്മുടെ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഞാനടക്കമുള്ള എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ഞാൻ ഈ പറഞ്ഞ 7 കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ എന്താ പറയുക ഒഴിവാക്കി കളരുത്. ഓക്കെ, നിങ്ങൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ മൊബൈലിൻ്റെ ചാർജർ. നമ്മളെല്ലാവരും മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ബ്രാൻഡായിട്ടുള്ള ചാർജേഴ്സിനായിരിക്കും. നമ്മുടെ ബോക്സിൽ നമ്മുടെ ഫോൺ വാങ്ങുമ്പോൾ നമുക്ക് ബോക്സിൽ കിട്ടുന്ന ഒരു ചാർജർ ഉണ്ട്. അതാണ് ഫോണിൻ്റെ ഒറിജിനൽ ചാർജർ. സോ നിങ്ങൾ ആ ഒരു ചാർജർ വെച്ചിട്ട് മാത്രമേ നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യാവൂ. സോ വേറെയുള്ള ഫോൺസോ അല്ലെങ്കിൽ വേറെയുള്ള ചാർജേഴ്സോ അതേപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് നമ്മളിപ്പോൾ ചാർജർ കേട് വന്നാൽ നമ്മൾ കടയിൽ പോയിട്ട് എന്ത് ചെയ്യും, പുതുതായിട്ടൊരു ചാർജർ വാങ്ങാറുണ്ട്. എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ ആ ഒരു ബ്രാൻഡ് നമ്മൾ ഓപ്പോൻ്റെ ഫോണായിരുന്നെങ്കിൽ ഓപ്പോൻ്റെ ചാർജർ അല്ല, നമുക്ക് അവിടെ ഓൾമോസ്റ്റ് എല്ലാ ആളുകളും വേറെ ചാർജേഴ്സ് ആയിരിക്കും വാങ്ങാം. സോ അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു ഫോൺ ഉപയോഗിക്കുമ്പോൾ ആ ഫോണിൻ്റെ ചാർജേഴ്സ് തന്നെ വാങ്ങണം. ഇൻ കേസ് അത് കംപ്ലൈൻറ്റ് ആവുകയാണെങ്കിൽ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള പുതുപുത്തൻ ചാർജർ തന്നെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓപ്പോൻ്റെ ആണെങ്കിൽ ഓപ്പോൻ്റെ അടിപൊളി ഫാസ്റ്റ് ചാർജിങ് ആയിട്ടുള്ള സെയിം ഫോണിന് സപ്പോർട്ടഡ് ആയിട്ടുള്ള ചാർജേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. സോ നിങ്ങൾ പൈസ കുറക്കാൻ വേണ്ടി അങ്ങനത്തെ ലോക്കലായിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് ചാർജേഴ്സ് ഒരിക്കലും യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, അതായത് ഫോൺ പൊട്ടിത്തെറിക്കാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ ചാർജറിൻ്റെ പോലെ തന്നെ ഒറിജിനൽ ബാറ്ററി യൂസ് ചെയ്യുക. നമ്മുടെ ഫോൺ വളരെ അപൂർവമായിട്ടൊക്കെ ചിലപ്പോൾ ബാറ്ററീസ് നമ്മൾ മാറ്റാറുണ്ട്. ബാറ്ററി ബാക്കപ്പ് കുറഞ്ഞിട്ട് അല്ലെങ്കിൽ പൊള്ളച്ചിട്ടോ നമ്മൾ ബാറ്ററി മാറ്റാറുണ്ട്. പൊള്ളച്ച ഫോൺ ഒരിക്കലും ഉപയോഗിക്കരുതിട്ടോ, വേറെ കാര്യം. സോ ബാറ്ററി നിങ്ങൾ മാറ്റുമ്പോൾ ഒറിജിനൽ ബാറ്ററി തന്നെ മാറ്റാനായിട്ട് ശ്രമിക്കാം. ഒരിക്കലും ഒരു ഡ്യൂപ്ലിക്കേറ്റ്, നമ്മൾ ഒരുപാട് ഞാനൊക്കെ പണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഫോണുകളിലൊക്കെ നമ്മൾ ഒറിജിനൽ ബാറ്ററി ഒരിക്കലും ഇടില്ല. കുറച്ച് റേറ്റ് കൂടുതലാകാറ് ഒറിജിനൽ ബാറ്ററിക്ക്. സോ നമ്മൾ വേറെ ഏതെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ബാറ്ററി വെച്ചിട്ട് എക്സ്ചേഞ്ച് ചെയ്യും അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യും. സോ അത് ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, നമ്മൾ ചാർജർ പോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി. സോ നിങ്ങൾ ഇൻ കേസ് അത് കേട് വന്നിട്ട് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഒറിജിനൽ മാത്രം, ഒരിക്കലും ഒരു ഡ്യൂപ്ലിക്കേറ്റ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യരുത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഫോണ് ചാർജ് ചെയ്യുമ്പോഴോ അല്ലാത്ത ടൈമിലോ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ഹോട്ട്, അതായത് ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ ചൂട് കൂടിയ സ്ഥലത്തോ ഒരിക്കലും ഒരു ഫോൺ ഒരുപാട് നേരം വെക്കാതിരിക്കുക. മെയിനായിട്ട് നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ കേട്ടോ. ഇൻ കേസ് നിങ്ങൾ ചാർജ് ചെയ്യാത്ത സമയത്ത് ഇനി ഒരുപാട് വെക്കുന്നത് കുഴപ്പമാണ്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായാലും നിങ്ങൾ ചാർജ് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു ഹോട്ടായിട്ടുള്ളൊരു കണ്ടീഷനിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് നിങ്ങളുടെ ഫോണിൽ തട്ടുന്ന ഒരു സ്ഥലത്ത് ഒരിക്കലും ഫോൺ ചാർജ് ചെയ്യാൻ എടുക്കരുത്. പ്രത്യേകിച്ച് ഒരുപാട് നേരം നമ്മൾ ഒരു എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ കാറിലൊക്കെ ഫോണ് കുത്തി വെച്ചിട്ട് ഡാഷ്ബോർഡിൽ വെക്കാറുണ്ട്. ഡയറക്റ്റ് സൺലൈറ്റ് എന്ത് ചെയ്യും, നമ്മുടെ ചില്ലിലൂടെ ഫോണിലേക്ക് വരികയും ചെയ്യും. സോ അത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫോണിന് എന്ത് ചെയ്യും, ടെമ്പറേച്ചർ കൂട്ടി ഫോണ് ഹോട്ടാവും. ഒരിക്കലും ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ ഫോണിൽ വരാൻ പാടില്ല. കാരണം അങ്ങനെ വന്നാൽ നമ്മുടെ ബാറ്ററി പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ ബാറ്ററിക്ക് താങ്ങാവുന്നതിൽ മാക്സിമം കപ്പാസിറ്റി അല്ലെങ്കിൽ ടെമ്പറേച്ചർ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to 45 ഡിഗ്രി വരെയാണ്. 45 ഡിഗ്രിയൊക്കെ നമ്മൾ ചിലപ്പോൾ ഗെയിം കളിക്കുമ്പോഴൊക്കെ 40 വരെയൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിലേറെ ടെമ്പറേച്ചർ നിങ്ങളുടെ ഫോൺ വന്നാൽ ഒന്നെങ്കിൽ ഇപ്പോൾ ചില ഫോണുകളൊക്കെ എന്ത് ചെയ്യും, ഫങ്ഷൻസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യാറുണ്ട് ഓവർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ. എന്നാലും നമ്മുടെ ഫോണ് ബാറ്ററി പൊട്ടിത്തെറിക്കാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. സോ ഒരുപാട് നേരം ഒരിക്കലും ഒരു ഫോണ് ഡയറക്റ്റ് സൺലൈറ്റോ അല്ലെങ്കിൽ ഇങ്ങനെ ചൂട് കൂടുതലുള്ള സ്ഥലത്തോ വെക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇൻ കേസ് നിങ്ങളുടെ ഫോൺ കംപ്ലൈൻ്റ് ആയി നമ്മൾ നേരെ എന്ത് ചെയ്യുക, ഒരു മൊബൈൽ ഷോപ്പ് കൊണ്ടുപോകും, നന്നാക്കും. ഓക്കെ, അയാൾ പറയും ഇത് നന്നാക്കാൻ കുറച്ച് പാടുണ്ടായിരുന്നു, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. എനിക്ക് അങ്ങനെ പേഴ്സണലായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇതെല്ലാവരും ചെയ്യുന്നൊരു തെറ്റാണ്. നമ്മുടെ ഫോൺ കംപ്ലൈൻറ്റ് ആയാൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള റിപ്പയറിംഗ് സെൻറ്റേഴ്സിൽ മാത്രമേ കൊണ്ടുപോകാറുള്ളൂ. എടുത്തുള്ള ഫോൺ ഷോപ്പിൽ ചെന്നാൽ ചിലപ്പോൾ അവർ അവിടെ നിന്ന് തന്നെ അയച്ച് നന്നാക്കാറുണ്ട്. ഒരിക്കലും അത് നമ്മൾ സപ്പോർട്ട് അല്ലെങ്കിൽ അനുവദിച്ച് കൊടുക്കാൻ പാടില്ല. കാരണം നമ്മുടെ ഫോൺ കംപ്ലൈൻ്റ് ആയാൽ അതിൻ്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള സെൻറ്റേഴ്സിൽ മാത്രം കൊണ്ടു കൊടുക്കട്ടോ. നിങ്ങൾ വാങ്ങിയ സ്ഥലത്ത് പോയാലും ചിലപ്പോൾ അവർ കറക്റ്റ് സർവീസ് സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് റിപ്ലൈ ചെയ്ത് തരും. നിങ്ങളിവിടെ ലോക്കൽ മൊബൈൽ ഷോപ്പിൽ കൊണ്ടുകൊടുത്താൽ അവർക്ക് അറിയുന്ന പോലെ നന്നായി തരും. അതിൽ മെയിൻ പ്രശ്നം
ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ സർക്യൂട്ടൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, അവർ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫോൺ നന്നാക്കി തരും. സോ ആ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഒരു എന്താ പറയുക തെറ്റായി പോകും, അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയി പോകും. അതേപോലെ തന്നെ അവർ റീപ്ലേസ് ചെയ്യുന്ന പാർട്സ് ചിലപ്പോൾ ഒറിജിനൽ ആവില്ല. നമ്മൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള സെൻറ്റേഴ്സിൽ നിന്ന് ഫോൺ നന്നാക്കുമ്പോൾ എന്തെങ്കിലും പാർട്സ് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അവരത് ഒറിജിനൽ പാർട്സ് വെച്ചിട്ടായിരിക്കും റീപ്ലേസ് ചെയ്യാം. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് ലോക്കലായിട്ടുള്ള ആരെങ്കിലും നന്നാക്കിച്ചാണെങ്കിൽ അവർ ഉള്ള സാധനം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മൊബൈലിൻ്റെ പാർട്സ് വെച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഫോൺ നന്നാക്കി തരും കേട്ടോ. പക്ഷെ അത് നല്ലതല്ല. നമ്മുടെ ഫോണിനും ബാറ്ററിക്കും എല്ലാത്തിനും അത് കംപ്ലയിൻ്റ് ആയിട്ട് വരും. സോ നിങ്ങളുടെ സർക്യൂട്ടൊക്കെ കംപ്ലയിൻറ്റ് വന്നാൽ എന്തായാലും നമ്മുടെ ഫോൺ എക്സ്പ്ലോഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. സോ അതും ഒന്ന് ഒഴിവാക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 5ാമത്തെ കാര്യം എന്ന് വെച്ചാൽ പ്രഷർ ഒരിക്കലും ഫോണിന് അപ്ലൈ ചെയ്ത്, അതായത് ഇങ്ങനെ പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ഫോൺ പൊട്ടിത്തെറിച്ച സംഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതായത് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഫോൺ ഒരിക്കലും പോക്കറ്റിലിട്ട് എവിടെ ഇരിക്കുക, അതേപോലെ തന്നെ ബാഗിലിട്ടിട്ട് അതിന് മുകളിൽ സാധനങ്ങൾ വെക്കുക ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരുപാട് കേസ് അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഫോൺ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്, പോക്കറ്റിലിട്ടിട്ട് ഇരുന്നുകൊണ്ട് പൊട്ടിത്തെറിച്ച അവസ്ഥ ആലോചിച്ച കേസ് കല്യാണം മുടങ്ങി പോകും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യുക, ഫോണിന് പ്രഷർ അപ്ലൈ ചെയ്ത്, നമ്മൾ ഫോൺ ഒരുപാട് പ്രഷർ അപ്ലൈ ചെയ്താൽ ബാറ്ററി എന്ത് ചെയ്യും, പൊട്ടിത്തെറിക്കാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. സോ നിങ്ങൾ ഫോൺ കീസയിൽ ഉപയോഗിക്കുമ്പോൾ മാക്സിമം അത് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ തന്നെ റൈറ്റിലുള്ള കീശയിൽ ഇടാൻ നോക്കുക. എന്നാലും അതിന് മുകളിൽ പ്രഷർ വരാതെ നമ്മൾ നോക്കണം. സോ ഈ ഒരു കാര്യവും നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. പിന്നെ കേസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 6ാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഫോണിൽ കവർ ഉപയോഗിക്കുന്നവരല്ലേ. ഫോണ് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി നമ്മളൊരു കവേഴ്സ് ഉപയോഗിക്കും, പല പല പൗച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സോ നിങ്ങൾ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അങ്ങനത്തെ കവറോ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്യാതിരിക്കുക. കാരണം ഇപ്പോഴത്തെ ഓൾമോസ്റ്റ് എല്ലാ ഫോണുകളും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകളാണ്. 120 വാട്ട്, 50 വാട്ട്, 65 വാട്ട്, 30 വാട്ട്, 35 വാട്ട്, അങ്ങനെ നല്ല രീതിക്ക് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകളാണ് ഇപ്പോൾ ഉള്ള എല്ലാ ഫോണുകളും. നമ്മുടെ ഫോണിൽ ചാർജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫാസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ ഫോൺ എന്തായാലും ഹീറ്റാവും. അത് ഏത് ഫോണാണെങ്കിലും ചാർജ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഫോൺ ഹീറ്റാവും. സോ ഈ ഹീറ്റാവുമ്പോൾ ഈ ഹീറ്റ് നമ്മുടെ ഫോൺ തന്നെ പുറത്തേക്ക് തള്ളാൻ ശ്രമിക്കും. ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോൺ കവർ അതിനൊരു വില്ലനായിട്ട് നിൽക്കും. അതായത് ഫോൺ പുറത്തേക്ക് തള്ളുന്ന ഹീറ്റ് ഫോൺ കവർ ഉള്ളിൽ തന്നെ പിടിച്ചു നിർത്തും. സോ നിങ്ങൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ ഫോൺ എന്ത് ചെയ്യാൻ പാടില്ല, കവറോ അല്ലെങ്കിൽ പൗച്ചോ ഉപയോഗിക്കാൻ പാടില്ല. ഊരി വെച്ചിട്ട് ഫോൺ സിംഗിളായിട്ട് എന്താ പറയുക കവർ മാറ്റിയിട്ട് നമ്മൾ കുത്തി വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതാകുമ്പോൾ ചൂടാവുമെങ്കിലും ആ ചൂട് നേരം എന്ത് ചെയ്യും, പുറത്തെ എയറുമായി കോൺടാക്ട് ചെയ്തിട്ട് അതങ്ങോട്ട് പൊക്കോളും. ഓക്കെ. സോ ഈ ഒരു കാര്യം നമ്മുടെ ഫോൺ പൊട്ടിത്തെറിക്കാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. പക്ഷേ ഞാൻ അടക്കമുള്ള എല്ലാ ആളുകളും മെയിൻ ചെയ്യാത്തൊരു കാര്യമാണ്. ഞാൻ ഇതുവരെ ഫോണ് വളരെ അപൂർവമായിട്ടൊക്കെയാണ് കുത്തി വെക്കുമ്പോൾ നമ്മുടെ കവർ ഊരി വെച്ചിട്ട് കുത്തി വെക്കാറുള്ളൂ. സോ ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, മസ്റ്റാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ലാസ്റ്റത്തെ കാര്യം എന്ന് വെച്ചാൽ ഫോൺ ഒരിക്കലും ഒരുപാട് തവണ താഴെ പോകാറുണ്ട്. നമ്മളെല്ലാവരും കഴിക്കുന്ന ഫോൺ താഴെ പോകാറുണ്ട്. ഒരുപാട് തവണ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫോൺ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് സർവീസ് ചെയ്യേണ്ടത് ഏറ്റവും നല്ലതായിരിക്കും. അതേപോലെ തന്നെ ഫോൺ ബെൻഡ് ഉണ്ടെങ്കിൽ ഒരിക്കലും ആ ഫോൺ ഉപയോഗിക്കരുത്. ഇങ്ങനെ ഒരുപാട് തവണ താഴെ പോകുന്ന സമയത്തും ബെൻഡ് ആവുന്ന സമയത്തും നമ്മുടെ ബാറ്ററിയുടെ ഇൻറ്റേർണൽസ് കംപ്ലൈൻറ്റ് ആയാലും ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അതെന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാനുള്ള ഒരു ചാൻസ് അവിടെ വളരെയധികം കൂടുതലാണ്. സോ ഇത് വളരെ അപൂർവമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ കേട്ടോ. പക്ഷേ നമ്മളെല്ലാവരും ഡെയിലി ചെയ്യുന്നതാണ്. പൊട്ടിത്തെറിക്കുന്ന അപൂർവമാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. എന്തോ ഭാഗ്യം കൊണ്ട് ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സോ നിങ്ങളെല്ലാവരും ഈ 7 കാര്യങ്ങളെ മസ്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കാൻ നമുക്ക്. നിങ്ങളെല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവരാണ്, നിങ്ങളെല്ലാവരും ഈ ഒരു പറഞ്ഞ സാഹചര്യങ്ങൾ ഡെയിലി അനുഭവിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചിട്ട് എന്ത് ചെയ്യാം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഞാനും അങ്ങനെ ശ്രമിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. മാത്രമല്ല നിങ്ങൾ എല്ലാവർക്കും പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും മറ്റുള്ളവർക്കും ഷെയർ ചെയ്തിട്ട് അവരോടും കൂടി ഒന്ന് പറയാം. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യാതെ പോയത്. ഓക്കെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നേരെ ഡിസ്ലൈക്ക് അടിച്ചാൽ കേട്ടോ. എങ്കിൽ നമുക്ക് നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. സോ പുതിയ ടെക്നോളജി വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടോ. അതുവരെ ഗുഡ് ബൈ ഗൈസ്.